ഓഫീസുകളിൽ കയറിയിറങ്ങാൻ മടിയായതുകൊണ്ട് വോട്ടർ ഐ ഡി എടുക്കാൻ വൈകിക്കുകയാണോ? എങ്കിൽ എളുപ്പത്തിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള വഴി നോക്കിയാലോ? ജനഹിതം 24/7 എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വോട്ടർ ഐ ഡി എടുക്കാനുള്ള മാർഗങ്ങളാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാൻ പോകുന്നത്. വോട്ടവകാശമുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡാണ് വോട്ടർ ഐ ഡി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വോട്ടർ ഐ ഡിക്ക് ഓൺലൈനായിട്ടും നേരിട്ടും അപേക്ഷിക്കാം. ഒരു സെമി ഓൺലൈൻ രീതിയുമുണ്ട്. ആദ്യം വോട്ടർ ഐ ഡിക്ക് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തിരിച്ചറിയൽ രേഖ, അഡ്രസ് പ്രൂഫ്, ജനനത്തീയതി തെളിയിക്കുന്ന രേഖ, ഫോട്ടോ എന്നിവയാണ് വേണ്ടത്. ഇനി നമുക്ക് ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം. ഇതിനായി നാഷണൽ വോട്ടേഴ്സ് സർവീസസ് പോർട്ടൽ സന്ദർശിക്കുക. voters.eci.gov.in എന്നാണ് വെബ്സൈറ്റിന്റെ URL. ഹോം പേജിന്റെ മുകളിൽ വലതുവശത്തുള്ള സൈൻ അപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ക്യാപ്ച കോഡ് എന്നിവ നൽകി കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യണം. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പാസ്വേഡ്, കൺഫേം പാസ്വേഡ് എന്നിവ നൽകി റിക്വസ്റ്റ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ IDയിലേക്കും അയച്ച OTP നൽകി വെരിഫൈ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ, പാസ്വേഡ്, ക്യാപ്ച കോഡ് എന്നിവ നൽകി വോട്ടേഴ്സ് സർവീസസ് പോർട്ടലിൽ ലോഗിൻ ചെയ്യണം. അതിനുശേഷം റിക്വസ്റ്റ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന OTP നൽകി വെരിഫൈ ആൻഡ് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ന്യൂ രജിസ്ട്രേഷൻ ഫോർ ജനറൽ ഇലക്ടേഴ്സ് എന്നതിന് കീഴിലുള്ള ഫിൽ ഫോം 6 എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. പേര്, ബന്ധുക്കളുടെ വിവരങ്ങൾ, കോണ്ടാക്ട് വിവരങ്ങൾ, ആധാർ വിവരങ്ങൾ, ജനനത്തീയതി, വിലാസം, ഡിക്ലറേഷൻ എന്നിവ ഉൾപ്പെടെ ഫോം 6ൽ എല്ലാ വിശദാംശങ്ങളും നൽകണം. ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നൽകിയിട്ടുള്ള വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിച്ച് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യണം. ഇതാണ് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള മാർഗം. സെമി ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാം എന്നാണ് അടുത്തതായി പറയാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ വെബ്സൈറ്റ് സന്ദർശിച്ച് ന്യൂ രജിസ്ട്രേഷൻ ഫോർ ജനറൽ ഇലക്ടേഴ്സ് എന്നതിന് കീഴിലുള്ള ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫോം 6 ഡൗൺലോഡ് ചെയ്യുക. ഇതിൻ്റെ പ്രിന്റ് എടുക്കണം. ഫോം 6ൽ ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിച്ച് ഒപ്പം ഫോട്ടോയും നമ്മൾ നേരത്തെ പറഞ്ഞ രേഖകളും അടുത്തുള്ള ഇലക്ഷൻ ഓഫീസിൽ സമർപ്പിക്കുക. ഇങ്ങനെയാണ് സെമി ഓൺലൈനായി വോട്ടർ ഐ ഡിക്ക് അപേക്ഷിക്കേണ്ടത്. ഇനി ഓഫ്ലൈനായി എങ്ങനെ അപേക്ഷിക്കാം എന്നുകൂടി നോക്കാം. അടുത്തുള്ള സ്റ്റേറ്റ് ഇലക്ഷൻ ഓഫീസിൽ പോയി ഫോം 6 ആവശ്യപ്പെടുക. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഫോം 6ൽ ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിച്ച് ഫോട്ടോയും മറ്റ് രേഖകളും ഇലക്ഷൻ ഓഫീസിൽ സമർപ്പിക്കുക. തെറ്റുകൾ സംഭവിക്കാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുകൂടി ഓർമ്മിക്കുക. ഇതിൽ ഏത് രീതി തിരഞ്ഞെടുത്താലും ഡബിൾ ചെക്ക് ചെയ്ത് തെറ്റില്ലാതെ വേണം സബ്മിറ്റ് ചെയ്യാൻ. വോട്ടർ ഐ ഡി കാർഡിന് അപേക്ഷിക്കാനുള്ള യോഗ്യത കൂടി നമുക്ക് നോക്കാം. അപേക്ഷിക്കുന്ന ആൾ ഇന്ത്യൻ പൗരനായിരിക്കണം എന്നതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. ഈ വ്യക്തിക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഒപ്പം സ്ഥിരമായ മേൽവിലാസം ഉണ്ടാകണം. വോട്ടർ ഐ ഡിക്ക് വേണ്ടി അപേക്ഷിച്ച ശേഷം സ്റ്റാറ്റസ് എങ്ങനെ ട്രാക്ക് ചെയ്യാം എന്നതാണ് അടുത്തതായി പറയാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിൽ മൊബൈൽ നമ്പർ, പാസ്വേഡ്, ക്യാപ്ച കോഡ്, OTP എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. ശേഷം ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപേക്ഷ നൽകിയ സമയത്ത് നിങ്ങൾക്ക് ലഭിച്ച അക്നോളജ്മെന്റ് സ്ലിപ്പിൽ റെഫറൻസ് ID ഉണ്ടാകും. ഈ റെഫറൻസ് നമ്പർ നൽകി നിങ്ങളുടെ സംസ്ഥാനം തിരഞ്ഞെടുത്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അപേക്ഷയുടെ ഇപ്പോഴത്തെ സ്ഥിതി സ്ക്രീനിൽ കാണാൻ കഴിയും. ഓഫ്ലൈനായി അറിയണമെങ്കിൽ പേര്, ജനനത്തീയതി, വിലാസം എന്നിവ നൽകിയാൽ സ്റ്റേറ്റ് ഇലക്ഷൻ ഓഫീസിൽ നിന്നും വിവരം ലഭിക്കും. ഇതിനായി പഞ്ചായത്ത് ഓഫീസിലോ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ അടുത്തോ ചെല്ലാവുന്നതാണ്. ഇനി വോട്ടർ ഐ ഡിക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം. വോട്ടർ ഐ ഡി വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. അപേക്ഷകർക്ക് കുറഞ്ഞത് 18 വയസ്സ് പൂർത്തിയാകണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിനൊപ്പം അപേക്ഷിക്കുന്ന ആൾക്ക് നല്ല മാനസികാവസ്ഥ ഉണ്ടായിരിക്കണം. ക്രിമിനൽ കേസുകൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നൽകുന്ന എല്ലാ വിവരങ്ങളും നിയമപരമായി ശരിയായിരിക്കുകയും വേണം. വോട്ടർ ഐ ഡി എങ്ങനെ പരിശോധിക്കാം എന്നുകൂടി നമുക്ക് നോക്കാം. നിങ്ങളുടെ വോട്ടർ ഐ ഡി വ്യാജമാണെന്ന് സംശയം തോന്നിയാൽ അത് പരിശോധിക്കാൻ സാധിക്കും. അതിനായി വോട്ടർ ഐ ഡി നമ്പർ ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ ഉടൻ തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഇനി വോട്ടർ ഐ ഡി എങ്ങനെ ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാം എന്നാണ് പറയാൻ പോകുന്നത്. വോട്ടേഴ്സ് സർവീസസ് പോർട്ടൽ ലോഗിൻ ചെയ്ത് ഈ എപ്പിക് ഡൗൺലോഡ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. എപ്പിക് നമ്പർ അല്ലെങ്കിൽ ഫോം റെഫറൻസ് നമ്പർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നമ്പർ നൽകിയ ശേഷം സംസ്ഥാനം തിരഞ്ഞെടുത്ത് സെർച്ച് ക്ലിക്ക് ചെയ്യുക. എപ്പിക് നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് വോട്ടർ ഐ ഡി നമ്പറിനെയാണ്. നിങ്ങളുടെ വോട്ടർ ഐ ഡി വിവരങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സെൻഡ് OTP ബട്ടൺ കാണാൻ കഴിയില്ല. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ ഫോം 8 പൂരിപ്പിച്ച് OTP നൽകി വെരിഫൈ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഡൗൺലോഡ് ഈ എപ്പിക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വോട്ടർ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാനാകും.
ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഏകദേശം 30 ദിവസങ്ങൾക്കുള്ളിൽ വോട്ടർ ഐ ഡി ലഭിക്കും. എന്തെങ്കിലും കാരണവശാൽ കിട്ടാൻ വൈകുകയാണെങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷൻ ഓഫീസിൽ നേരിട്ട് പോയി അന്വേഷിക്കുക. വോട്ടർ ഐ ഡി കാർഡിൽ ഒരുപാട് വിവരങ്ങൾ ഉണ്ടാകും. ഒരു പ്രത്യേക സീരിയൽ നമ്പർ, കാർഡുടമയുടെ ഫോട്ടോ, കാർഡിന്റെ സുരക്ഷ ഉറപ്പാക്കാനായി സംസ്ഥാനത്തിന്റെയോ ദേശീയ ചിഹ്നത്തിന്റെയോ ഹോളോഗ്രാം, കാർഡുടമയുടെ പൂർണ്ണമായ പേര്, പിതാവിന്റെ പേര്, ജെൻഡർ, ജനനത്തീയതി, സ്ഥിരമായ മേൽവിലാസം, ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റിയുടെ ഒപ്പ് എന്നിവയാണ് വോട്ടർ ഐ ഡിയിലെ പ്രധാന വിവരങ്ങൾ. ഇവയെല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന കാർഡിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും വളരെ അത്യാവശ്യമാണ്. NRI വോട്ടർ ഐ ഡിയെ കുറിച്ച് കൂടി നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിൽ സ്ഥിരമല്ലാതെ താമസിക്കുന്ന ഇന്ത്യക്കാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അവർക്ക് ഓൺലൈനിലോ ഓഫ്ലൈനിലോ അപേക്ഷിക്കാം. മറ്റൊരു രാജ്യത്ത് പൗരത്വമില്ലാത്ത NRIകൾക്ക് വോട്ടർ ഐ ഡി എടുക്കാൻ സാധിക്കും. വോട്ട് ചെയ്യാൻ NRIകൾക്ക് രാജ്യത്ത് വന്ന് അവരുടെ മണ്ഡലത്തിൽ നേരിട്ട് ഹാജരാകണം. ഇത്രയുമാണ് വോട്ടർ ഐ ഡിക്ക് അപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. വോട്ടവകാശം ഓരോ പൗരനും ഉപയോഗിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകൾ നിങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നവയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നവരുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ നന്നായി ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇതുവരെ വോട്ട് ചെയ്യാത്തവരാണെങ്കിൽ വോട്ടർ ഐ ഡിക്കായി ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പുതുക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 12 വരെ നീട്ടിയിരിക്കുകയാണ്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് വേണ്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ നിന്ന് 4.5 വർഷത്തിനിടെ 9.78 ലക്ഷം പേർ കുറഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ജൂലൈ 23-നാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. മാറ്റങ്ങൾക്കായി ഓഗസ്റ്റ് 7 വരെയാണ് സമയം നൽകിയിരുന്നത്. പുതിയ റിപ്പോർട്ടുകൾ വിലയിരുത്തിയാണ് ഇപ്പോൾ ഈ ഡേറ്റ് നീട്ടിയിരിക്കുന്നത്. ഈ സമയം വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാനും മാറ്റങ്ങൾ വരുത്താനുമൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുൻപൊരു വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. അക്കാര്യങ്ങളിൽ സംശയങ്ങൾ ഉള്ളവർക്കായി വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. ഈ വീഡിയോയിലൂടെ എങ്ങനെ വോട്ടർ ഐ ഡിക്കായി എളുപ്പത്തിൽ അപേക്ഷിക്കാമെന്ന് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. സംശയങ്ങൾക്കുള്ള മറുപടി വീഡിയോ ചെയ്യുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ജനഹിതം 24/7 ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം.